ലോക കത്തോലിക്ക സഭയുടെ പരമാധികാരി അല്ലെങ്കിൽ അധ്യക്ഷനായിരുന്നു മരണമടഞ്ഞപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ. നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം വളരെ സൗമ്യനും എപ്പോഴും ചിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. കത്തോലിക്ക സഭയെ മുന്നോട്ട് നയിച്ച രീതി എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിലയിരുത്തുന്നത്. അദ്ദേഹം വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം മറ്റ് ആരോപണങ്ങളൊന്നുമില്ല, ഒട്ടനവധി നല്ല പ്രവൃത്തികളും അദ്ദേഹം സൗമ്യമായിട്ട് സംസാരിക്കുന്നു, സ്നേഹം മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ ക്രിസ്തീയ വിഭാഗത്തെ നയിക്കുമ്പോൾ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതല്ലെങ്കിൽ ലോകത്തിൻ്റെ ശരി ആണോ അദ്ദേഹം കൊണ്ട് നടക്കേണ്ടത്? നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ദൈവവിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തെ വിശ്വസിക്കാൻ കുഴപ്പമില്ല. അതായത് ദൈവവിശ്വാസം എന്ന ഒന്നാം, നിങ്ങൾ ക്രിസ്തീയ വിശ്വാസിയാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ഇത് ജൂതനാണെങ്കിലും ഒരേ ഇതിലെ 10 കൽപ്പനകൾ മൂസ നബിക്ക് സീനായി മാമല മുകളിൽ നിന്ന് കൊടുക്കുമ്പോൾ ഒന്നാം കൽപ്പന എന്ന് പറയുന്നത് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഒന്നാം കൽപ്പന അതാണ്, ദൈവവിശ്വാസം എന്നുള്ളതാണ്. സ്നേഹമാണ് പൗലോസ്ലീഹ പറയുന്ന ഭാഷയിൽ പറയുന്ന സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ആ വിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരനായിരുന്നു, ഒരു ലിബറൽ എന്ന് പറയാവുന്ന ചിന്താഗതി, ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. അതിനു മുമ്പ് ഇരുന്നായിരുന്ന ബെനഡിക്ട് മാർപ്പാപ്പ വളരെ കുറച്ച് നാളിരുന്നുള്ളൂ. അതല്ലെങ്കിൽ ജോൺ പോൾ പാപ്പാപ്പ, അന്നൊക്കെ ശീതസമരവും റഷ്യ, സോവിയറ്റ് യൂണിയൻ, കമ്മ്യൂണിസമൊക്കെ കത്തോലിക്ക സഭയെ തകർക്കാൻ നടന്നപ്പോൾ ഒരു കാലഘട്ടത്തിൽ പൊരുതി നേടിയതാണ് ജോൺ പോൾ മാർപ്പാപ്പയൊക്കെ. അപ്പോൾ അതിന് വിപരീതമായിട്ട് നിന്ന ഒരു വ്യക്തിത്വമാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ മരണമടഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പുള്ളവരും ഇപ്പോൾ വന്നിരിക്കുന്ന ലിയോ മാർപ്പാപ്പ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളായിട്ട് ഒട്ടും ചേർന്ന് പോകാത്തതാണ്. ലിയോ മാർപ്പാപ്പ വളരെ ഇതോടുകൂടിയാണ്, ശക്തമായ ദൈവവിശ്വാസത്തോടു കൂടി തന്നെയാണ് കത്തോലിക്ക സഭ. അദ്ദേഹം അമേരിക്കൻ കൂടിയാണ്, ഇദ്ദേഹം അർജൻറ്റീനിയൻ ഒറിജിൻ എന്ന് ഇരുന്നാലും ആണ് പറയുന്നത്, ഒരു ഹിസ്പാനിക് മാർപ്പാപ്പ. അപ്പോൾ ഇദ്ദേഹം അന്നുള്ള അദ്ദേഹത്തെ സ്വാധീനിക്കപ്പെട്ട ഓരോ വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ പ്രസിഡൻറ്റ് ഒബാമയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ പെട്ടിട്ടാണോ എന്തോ അദ്ദേഹം പറഞ്ഞ ദൈവവിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇനി മുതൽ നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ മതി. അതായത് ഇവിടെ പ്രകൃതി സംരക്ഷകരെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇദ്ദേഹം ദൈവത്തെക്കാളും മേലെ നമ്മൾ ഇനി ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നുള്ള സംശയങ്ങളാണ്. എന്നാൽ ഇറങ്ങിപ്പോകാതെ ആൾ പറഞ്ഞു, ഇനി നമ്മൾ ദൈവവിശ്വാസത്തിലും കൂടുതൽ പ്രകൃതിയെ സ്നേഹിച്ചാൽ മതി. അത് കഴിഞ്ഞ് അതിന് വേണ്ടി ഇപ്പോൾ ഒരു ഫിയറ്റ് കാറും കൊണ്ട്, ഇറ്റാലിയനാണ്, ഫിയറ്റ് കാറും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അല്ലിറ്റാലിയ ഫ്ലൈറ്റിൽ ലോകം മുഴുവനും കറങ്ങുന്നു. ആ കാറിൽ, ഞാൻ ചെറിയ കാറിൽ യാത്ര ചെയ്യുന്നു, അതിന് വേണമെങ്കിൽ ഒരു ബെൻസിൽ പോവാം, കാരണം ലോകം മുഴുവനും അദ്ദേഹം ഒരു ഫിയറ്റ് പോയത് കൊണ്ട് ഒരു പ്രകൃതിയിലൊന്നും വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രകൃതിയാണ് ദൈവം എന്നുള്ള രൂപത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇത്. അതോടൊപ്പം തന്നെ പിന്നീട് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലകളിൽ തന്നെ വാളുവെക്കുന്ന രീതിയിൽ ഇത്രമാത്രം അധപതനത്തിലേക്ക് കത്തോലിക്ക സഭയെ യൂറോപ്പിലും ലോകം മുഴുവനും കൊണ്ടെത്തിക്കുന്നതിന് ഒരു പങ്കുവെച്ച വ്യക്തിത്വമാണ്. മറ്റുള്ളവർ ഈ ദൈവവിശ്വാസം കൊണ്ടു നടക്കണം, അതായത് മറ്റ് ചില സമുദായങ്ങളുടെ പോലെ തീവ്ര നിലപാടുമായിട്ട് കൊല്ലാനും ഇതിനും നടക്കാൻ സാധിക്കില്ല. എന്നാൽ അതിനേക്കും താഴെ ഉള്ളൊരു നിലയിലേക്ക് പോയ വ്യക്തിത്വമാണ് ശ്രീമാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നിലപാടായിരുന്നു LGBTQ. അതായത് കത്തോലിക്ക സഭയുടെ പല കൂതാശകളുണ്ട്. അപ്പോൾ ഈ കൂതാശകളിലൊക്കെ അതായത് അവരെ നമുക്കറിയാം, ഹോർമോണൽ ചേഞ്ചസോ അതല്ലെങ്കിൽ മറ്റേതുകൾ പോലെ നമ്മൾ പല ഇതുകൾ ഒരു ചെറിയ ശതമാനം, 3-4% ഉള്ളൂ ലോകത്തിലല്ല അമേരിക്കയിൽ. ഇപ്പോൾ ലോകത്തിൽ 2% ന്യൂനപക്ഷമായിട്ടുള്ള ഒരു ശതമാനമാണ് LGBT, അതായത് സ്വവർഗരതിക്കാർ. അതെന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ഗെയ് വരുന്നു, ലെസ്ബിയൻ വരുന്നു, ഗെയ് വരുന്നു, ട്രാൻസ്ജെൻഡർ വരുന്നു, ക്വയർ എന്നൊക്കെ പറഞ്ഞ് ദിവസവും ഓരോ ആൽഫബറ്റിനനുസരിച്ച് അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചില മനുഷ്യരാണുമല്ല പെണ്ണുമല്ലാത്ത രീതിയിൽ ജനിച്ചു വീഴുന്നവരെ നമുക്ക് പ്രകടമായിട്ട് കാണാം. അവരെ നമ്മൾ അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല, അവരെ നമ്മൾ പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് വേറെ. പക്ഷേ അതിനെ ഒരു ഗ്ലാമറൈസ്, അതിനൊരു
പരിവേഷം കൊടുത്ത് അതാണ് ഇനി ലോകം. യൂറോപ്പിൽ അത് പ്രകടമായിട്ട് ഒട്ടനവധി രാജ്യങ്ങളിൽ അത് കൂടുതലായിട്ട് ജനങ്ങൾ വരുന്നു, അമേരിക്കയിലും ഇപ്പോൾ കണ്ടുവരുന്നു എന്ന് വിചാരിച്ച് അതിന് കൂടുതൽ ഗ്ലാമർ കൊടുക്കേണ്ട ന്യൂനപക്ഷമാണ്. അവരാരെങ്കിലും അധിക്ഷേപിക്കാൻ പോകണമെങ്കിൽ നമുക്ക് ഇടപെടണം, അല്ലെങ്കിൽ തല്ലി ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അവരെ കളിയാക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ന് വിചാരിച്ചത് സഭയുടെ ഏറ്റവും വലിയ ഇതായിട്ട് കൊണ്ടു നടക്കുക. അത് എവിടെ നിന്നാണ് സ്വാധീനം? ഇവിടെ ഒബാമയുടെ സ്വാധീനമാണ്. അതുമാത്രമായി LGBTQ പ്രകൃതിയാണ് ദൈവം, അല്ലെങ്കിൽ LGBTQ ആണ് ഇത് എന്നുള്ള രൂപത്തിലായി ഈ മാർപ്പാപ്പയുടെ പണി. അതല്ല, മാർപ്പാപ്പയുടെ പണി ഈ സഭയെ നയിക്കുക. ആ ഇടയനാണ് അദ്ദേഹം മറ്റ് വൈദികരെ നയിക്കുക. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ഈ പ്രകൃതി LGBTQ. പിന്നെ ഒരു 3 ദശകം മുമ്പ്, ഒരു 10-30 വർഷം മുമ്പ് നിങ്ങൾ ഇറ്റലിയിലോ റോമിലോ അല്ലെങ്കിൽ യൂറോപ്യൻ നഗരങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൻ്റെ സൗന്ദര്യം എന്ന് പറയും. ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ റോമിൽ മുഴുവനും ഈ ബംഗ്ലാദേശികൾ വന്നിട്ട് നശിപ്പിച്ചങ്ങോട്ട് നാറാണക്കല്ലെടുത്തേക്കാം. അപ്പോൾ യൂറോപ്പിന് ആ ഒരു സൗഭാഗ്യം, ഫ്രാൻസ് ആണെങ്കിലും പാരീസ് ആണെങ്കിലും ലണ്ടൻ ആണെങ്കിലും അതിൻ്റെ ഒരു സൗന്ദര്യം ദൈവാനുഗ്രഹം കൊടുത്തതാണ്. ഇവരുടെ കയ്യിലിരിപ്പുണ്ട്, സായിപ്പിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് കണ്ട ബംഗ്ലാദേശികളും സിറിയക്കാരും ലബനീസും വന്ന് അവിടെ കയറി, പ്രത്യേക സമുദായക്കാർ കയറി നിരങ്ങി. അവരിപ്പോഴും 5-8% ഉള്ളൂ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർപ്പാപ്പയുടെ നിലപാടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ റോമിനെ നശിപ്പിച്ച് തരാമോ? വരൂ കടന്നു വരൂ, ബംഗ്ലാദേശ് വരൂ, റോഹിംഗ്യ ആണോ, വരൂ കടന്നു വരൂ എന്നും പറഞ്ഞ് നശിപ്പിച്ച്, ഞാൻ പറഞ്ഞില്ലേ 30 വർഷം മുമ്പ് 20 വർഷം മുമ്പ് കണ്ട റോമല്ല ഇന്ന്, നശിപ്പിച്ചു. കുടിയേറ്റക്കാർ വരണം, പക്ഷെ കുടിയേറ്റക്കാർക്ക് സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ ഇത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സ്ഥിതിയിലേക്ക് എത്തിച്ചത്, അതായത് പാവമാണല്ലോ, കുഞ്ഞാണല്ലോ, അതായത് വളരെ സൗമ്യമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്ന രീതി, ആ ഒരു രീതിയിലേക്ക് ഇദ്ദേഹം യൂറോപ്പിനെ നശിപ്പിച്ചു. കത്തോലിക്ക സഭ നശിപ്പിച്ച വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഞാൻ നേരെ കേരളത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണായിരുന്നു. നമ്മുടെ ഫാദർ പോൾ തേലക്കാട്ട് അദ്ദേഹം പറയാണ്, വൈദികർ മാത്രമാണുള്ളൊരു ചർച്ചയിലേക്ക് അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോൾ 2 വൈദികർ ഇദ്ദേഹം മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇദ്ദേഹം എന്തുകൊണ്ടാണ് എല്ലാ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കും ഇതുകളുടെയും ഹമാസിനും തീവ്രവാദികൾക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ പോണേ, എന്തിനു വേണ്ടിയിട്ടാണ് എന്ന്. അദ്ദേഹം പൊക്കോട്ടെ, ഇദ്ദേഹത്തിന് വഖഫ് പോലെയുള്ള വിഷയങ്ങൾ മുൻപത്ത് വരാൻ പറ്റില്ല. അപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന കേരളത്തിൻ്റെ പ്രതിനിധിയാണ് ശ്രീ പോൾ തേലക്കാട്ട്. ഇപ്പോൾ കന്യാസ്ത്രീമാരെ ഇദ്ദേഹം ബിഷപ്പ് പീഡിപ്പിച്ച കേസിലാണെങ്കിലും, അതല്ലെങ്കിൽ കത്തോലിക്ക ഹമാസ് തീവ്രവാദികൾ കുറേ ഇസ്രായേലിൽ കയറി കൊന്ന കേസാണെങ്കിലും, ഈ രീതിയിലുള്ള പ്രവർത്തനമാണോ ഒരു വൈദികൻ എന്ന നിലയിൽ പോൾ തേലക്കാട്ട് നയിക്കേണ്ടത്? ഞാൻ വ്യക്തമായിട്ട് മുമ്പും വിമർശിച്ചിട്ടുണ്ട് പോൾ തേലക്കാട്ട്. അതായത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള കാരണം, കുറേ കത്തോലിക്ക വിഭാഗത്തിലെ ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെയൊക്കെ കൈമുത്തിയൊക്കെ നടക്കുന്നു എന്നുള്ള ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഇദ്ദേഹം, അതായത് സഭ മുഴുവനും ഇദ്ദേഹത്തോട് പറയുന്നത്, ഇദ്ദേഹം എന്തിനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോകണേ, എന്നാൽ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ പറയുന്നത് വഖഫ് വിഷയത്തിൽ ഇടപെടൂ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇസ്ലാമികൾ ഇതിലുള്ള വിഷയത്തിൽ സ്വാധീനം ഉപയോഗിച്ചിട്ട് അവിടെ ഇടപെടൂ. അവിടെ വ്യക്തമായിട്ട് 610 കുടുംബങ്ങളെ ക്രിസ്ത്യൻ, 400 കുടുംബങ്ങളെ കത്തോലിക്കരാ, അവരെയാണ് പീഡിപ്പിക്കുന്ന ഇസ്ലാമിക വിഭാഗം. അതിനെതിരെ താങ്കൾക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നാണ് ഇത് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ കാണുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ കണ്ട അതേ ആത്മാവാണ് നമ്മുടെ ഇത് തേലക്കാട്ട് ഇതിൽ. അതായത് ഇപ്പോൾ ദൈവമൊന്നും വേണ്ട, അപ്പോൾ ഇസ്ലാമിലേക്ക്, അതായത് എന്നാൽ പിന്നെ ഇസ്ലാമിൽ ചേരണം. ഇസ്ലാമാണ് പോൾ തേലക്കാട്ട് അച്ഛൻ്റെ വിശ്വാസമെങ്കിൽ നേരെ പോയിട്ട് അത് ഈസാ നബിയിൽ വിശ്വസിക്കണം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിലല്ല വിശ്വസിക്കേണ്ടത്, ഈസാ നബിയിൽ വിശ്വസിച്ച് സുന്നത്ത് ചെയ്ത് ചേരണം. അന്തസ്സുണ്ട്, അതിന് നല്ല അന്തസ്സുണ്ട്. ഈസാ നബി ജീവിച്ചത് 3500 വർഷം മുമ്പാണ്. അതാണ് ദൈവം, അതാണ് പ്രവാചകനാണ്, അതാണ് യേശു ക്രിസ്തു ദൈവം അല്ല എന്നും പറഞ്ഞാൽ അതുപോലെ ഇറങ്ങണം. എന്തുകൊണ്ട് താങ്കൾക്ക് ഇതേ പ്രവൃത്തി ചെയ്യുന്ന താങ്കൾക്ക് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളിൽ വന്നുകൂടാ? താങ്കൾക്ക് ഈസാ നബീനെ താങ്കൾ വിശ്വസിക്കണമെങ്കിൽ അത് അവിടെ ചേരണം. അതല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ മനുഷ്യരുടെ അടിച്ചമർത്തപ്പെട്ട ജനത്തിന് വേണ്ടിയാണെങ്കിൽ താങ്കൾ മുൻപത്തെ വഖഫിൽ വരണം. അതല്ലെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളുടെ കാര്യങ്ങളിലും കൂടെ അടിച്ചമർത്തപ്പെട്ട എന്തുമാത്രം ഹൈന്ദവ വിഭാഗങ്ങളുണ്ട്, അതിനെതിരെ പൊരുതിക്കൂടെ? എന്തുകൊണ്ട് താങ്കൾ പൊരുതുന്നില്ല? അപ്പോൾ
ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ കണ്ട അതേ ഒരു ടെൻഡൻസിയാണ് ഇവിടെയുള്ള അതായത് സഭ പറയണ അദ്ദേഹത്തോട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വളരെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ സാദിഖ് അലി തങ്ങളുടെ അവിടെ പോയിട്ട് പറയാൻ പറ്റുമോ ഹാഗിയ സോഫിയെ പിടിച്ചെടുത്തത് ശരിയല്ല, അത് കത്തോലിക്ക സഭയുടെ പള്ളിയാണെന്ന് പറയാൻ പറ്റുമോ? ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന കത്തോലിക്കർക്കെതിരെയുള്ള പീഡനങ്ങളെപ്പറ്റി സംസാരിക്കാൻ പറ്റുമോ? എന്തുമാത്രം പീഡനം ഈ സിറിയ ലെബനനൊക്കെ ഇത് ഇസ്ലാം ചെയ്യുന്ന പീഡനങ്ങൾ, തീവ്രവാദം, അതിനെതിരെ താങ്കൾ സംസാരിക്കുമോ? അതൊന്നുമില്ലെങ്കിൽ എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞു നാറുന്നത് കൊണ്ട് മാത്രമാണ് താങ്കൾ ഈ പ്രവർത്തനം ചെയ്യുന്നത്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ കാഴ്ചവെച്ച അതേ പ്രവർത്തനമാണെന്ന് ഞാൻ പറയുന്നത്.